കുട്ടികളുടെ സ്വഭാവത്തിന് അപകടകരമായ മാറ്റം സംഭവിക്കുന്നതിന് ഓൺലൈൻ ഗെയിമുകൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എൻ്റെ മുന്നിൽ ഒരു 10 വയസ്സുകാരന് വന്നപ്പോൾ അവരുടെ പാരൻസ് എന്നോട് പറഞ്ഞു, ഇവൻ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഭയങ്കര ചേഞ്ചസ് ആണ് ഇവൻ്റെ സ്വഭാവത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ 10 വയസ്സിലൊക്കെ. പറഞ്ഞു അതല്ല, ഇവന് ആക്രമണ സ്വഭാവം കൂടിയിട്ടുണ്ട്, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞങ്ങൾ ആ ഒരു ഏജിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷേ അവൻ തെറി വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ 10 വയസ്സുകാരനോട് ചോദിച്ചു, മോനെ എന്തിനാണ് നീ തെറി വിളിക്കുന്നത്, എവിടെ നിന്നാണ്, നിങ്ങൾക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇല്ല, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളത്. അപ്പം ഞാൻ എവിടെ നിന്നാണ് പിന്നെ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ അവരിലുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയും ഓൾഡ് ജനറേഷനാണ്. അപ്പോൾ അത് ആ ജനറേഷനിൽ കേൾക്കുന്നവർക്ക് തെറി മാത്രമാണ്. ഇപ്പം അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഞാൻ പറയുന്നത് തെറിയൊന്നുമല്ല എന്നുള്ളത്. പല പാരൻസും കുട്ടികളുടെ ഫോൺ ഉപയോഗം കുറക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ കുറച്ച് കൊണ്ടുവരും. അവസാനം വന്നിട്ട് പറയാം, അവനിപ്പം കുറച്ച് സമയം ഗെയിം കളിക്കാൻ മാത്രമേ ഫോൺ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ ഗെയിം കളിക്കുന്നതിലൂടെ കുട്ടിയുടെ സ്വഭാവം എത്രത്തോളം മാറുന്നുണ്ട് എന്നുള്ളത് പല പാരൻസും അറിയുന്നില്ല. ഫ്രീ ഫയർ, റോബ്ലോക്സ്, സെപ്റ്റോ, അമോങ് അസ്, ഫോർട്ട്നൈറ്റ്, കോൾ ഓഫ് ഡ്യൂട്ടി എന്നൊക്കെ പേരുള്ള ഓൺലൈൻ ഗെയിമുകൾ നിങ്ങളുടെ കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടിടാം. അതിലൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ഈ ആളുകളെ കൊല്ലുന്നത്, ആക്രമിക്കുന്നതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് അതിൽ കാണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അപരിചിതരുമായി ചാറ്റ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഗെയിമൊക്കെ കളിക്കുന്നത്. അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, അത് മറ്റുള്ളവരിങ്ങനെ കൊന്നിട്ടാണ് അതിങ്ങനെ ലെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ അതിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മറ്റുള്ളവരെ കൊല്ലുന്നത് നോർമലാണ്, കൊന്നിട്ട് വേണം മുന്നേറാൻ. ഇത് റോബ്ലോക്സ് എന്ന ഗെയിം അപരിചിതരുമായിട്ട് കുട്ടികൾ പെട്ടെന്ന് കണക്റ്റ് ആവും. അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ചാറ്റിങ്ങിലൂടെ, സംസാരത്തിലൂടെ ചൈൽഡ് ഫ്രണ്ട്ലി അല്ലാത്ത വാക്കുകളും കാര്യങ്ങളും ഒക്കെ കുട്ടികളിലേക്ക് എത്തും. ഫോർട്ട്നൈറ്റ് പോലെയുള്ള ഗെയിമുകൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിക്കാൻ വേണ്ടി അവരെ ആക്രമിക്കുന്നതിലും കുഴപ്പമില്ല. ഈ അമോങ് അസ് എന്ന് പറയുന്ന ഗെയിം, അത് കള്ളം പറയലും സംശയിക്കലൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു ഗെയിം. അതേപോലെ തന്നെ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് സെപ്റ്റോ എന്ന് പറയുന്നത്. ശരീര സൗന്ദര്യത്തെക്കുറിച്ചിട്ടുള്ള തെറ്റായ കാഴ്ചപ്പാടാണ് ഈ ഒരു ഗെയിം കൊടുക്കുന്നത്. കൃത്രിമമായിട്ടുള്ള സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, അതായത് റോൾ പ്ലേ വഴി അവർക്കത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹിന്ദി നടൻ അക്ഷയ് കുമാർ ഒരു പത്രസമ്മേളനത്തിനിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു മകളുടെ ഗെയിമിലൂടെ ഒരു അപരിചിതന് പരിചയപ്പെടുകയും സ്ഥലവും പേരും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അവസാനം ആ കുട്ടിയെ ഇങ്ങനെ ഗെയിമിന് നല്ല പ്രോത്സാഹിപ്പിച്ചു, നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പ്രോത്സാഹിപ്പിച്ച് പിന്നെ അവൻ ആ അപരിചിതൻ കുട്ടിയോട് ചോദിച്ചത് മോളുടെ ന്യൂഡ് പിക്ക് അയച്ചു തരുമോ എന്നുള്ളതാണ്. തക്ക സമയത്ത് ഇതിൽ ഇടപെട്ടത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഇതുപോലെ ഓൺലൈൻ ഗെയിം വഴി ചതിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഈയിടെയായി കൂടി വരികയാണ്. നിങ്ങളുടെ കുട്ടി ഇതുപോലെയുള്ള ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തടയുക തന്നെ വേണം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല.